സഭാ നടപടികൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആർ കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. കിരൺ, വലിയ പ്രതിഷേധം, വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി. വലിയ രീതിയിലുള്ള വാഗ്വാദത്തിലേക്കും ബഹളത്തിലേക്കും ഒക്കെ കഴിഞ്ഞ ഒരു 1.5 മണിക്കൂർ സമയം നമ്മൾ പോകുന്നത് കണ്ടു. എന്താണ് സഭയിൽ സംഭവിച്ചത്? ആദ്യം തൊട്ടൊന്ന് വിശദീകരിച്ചാൽ. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ കന്നി പ്രസംഗത്തിൽ തന്നെ ബി.ജെ.പിയെയും സംഘപരിവാർ രാഷ്ട്രീയത്തെയും അപ്പാടെ ആഞ്ഞടിക്കുന്ന ഒരു പ്രസംഗമാണ് നടത്തിയത്. പ്രധാനമായും രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഹിന്ദുക്കൾ സത്യം പറയുന്നവരാണ്, വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർ, കള്ളം പറയുന്നവർ ഹിന്ദുക്കളല്ല, അതുകൊണ്ട് ഭരണപക്ഷം ഹിന്ദുക്കളല്ല എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടിയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ശിവന്റെ ചിത്രം സഭയിൽ ഉയർത്തിക്കാട്ടി, ഗുരു നാനാക്കിന്റെ ചിത്രം അദ്ദേഹം സഭയിൽ ഉയർത്തിക്കാട്ടി. ശിവനെ കാണിച്ചുകൊണ്ട് പ്രധാനമായും രാഹുൽ ഗാന്ധി പറഞ്ഞത് പ്രതിപക്ഷം ഭയക്കുന്നില്ല, ഞങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഭയം ഇല്ലാത്തവരാണ്, ഭയമില്ലാത്തതിന്റെ അടയാളമാണ് പരമശിവൻ, അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഭയത്തോടുകൂടി ഞങ്ങൾ നിൽക്കില്ല, ഭയരഹിതരായിട്ടായിരിക്കും നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോരോ വിഷയങ്ങളായി എടുത്തുകൊണ്ട് അഗ്നിവീറിന്റെ വിഷയം, നീറ്റ് പരീക്ഷയുടെ വിഷയം, അയോധ്യ വിഷയം, അങ്ങനെ ഒന്നൊന്നായി ബി.ജെ.പിക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ഒന്നൊന്നായി ഉപയോഗിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് തടസ്സവാദങ്ങളുമായി രംഗത്തെത്തി. രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ ആകെ അപമാനിക്കുകയാണെന്നും അഗ്നിവീറുകളെ അപമാനിച്ചു എന്ന മട്ടിലായിരുന്നു, അദ്ദേഹം മാപ്പ് പറയണം എന്ന മട്ടിലടക്കം ഭരണപക്ഷത്തിൽ നിന്ന് വലിയ सर लोकतंत्र में पार्टी में डेमोक्रेसी होनी चाहिए. कोई भी इन पार्टियों में कोई भी आके कुछ भी कह देता है. ग्रुप ऑफ 22, 23, 24, 25 सब जो बोलना बोल देते हैं, मगर आपकी पार्टी में भय है. सत्यमेव जयते. ना डरो ना डराओ. सर, when I became LOP, का नेता बना, मैंने ये महसूस किया രാഹുൽ ഗാന്ധി പ്രധാനമായും NDA സർക്കാരിനെതിരെയുള്ള ഗുരുതരമായ വിമർശനങ്ങൾ കൂടിയാണ്. അത് ആശയപരമായ NDAയുടെയും ബി.ജെ.പിയുടെയും ആശയപരം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ തന്നെ തള്ളിക്കറയുന്നതാണ്. നിങ്ങൾ വെക്കുന്നത് ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്ന ആശയമല്ല, നിങ്ങളുടെ ആശയം ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ല, നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറയുന്നു. അതിന് കാരണമായി പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കൾ സത്യം പറയുന്നവരാണ്, ഹിന്ദുക്കൾ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് വെറുപ്പാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അയോധ്യയിലടക്കം ഇത്തരം തിരിച്ചടി ബി.ജെ.പിക്ക് നേരിട്ടു എന്നത് അദ്ദേഹം രാഷ്ട്രീയമായി ചൂണ്ടിക്കാണിക്കുന്നു. നീറ്റ് പരീക്ഷ ഒരു പ്രൊഫഷണൽ പരീക്ഷയായിരുന്ന നീറ്റ് പരീക്ഷയെ കൊമേഴ്സ്യൽ പരീക്ഷയാക്കി മാറ്റി എന്ന പരിഹാസം കൂടി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് നരേന്ദ്രമോദി ഉന്നയിച്ച വർഗീയ പരാമർശങ്ങൾ അടക്കം എടുത്തുകൊണ്ടാണ് പ്രധാനമായും ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. പ്രധാനമായ മതചിഹ്നങ്ങൾ അതടക്കം പാർലമെന്റിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ശിവന്റെ ചിത്രം കാണിക്കുന്നു, ഗുരു നാനാക്കിന്റെ ചിത്രം കാണിക്കുന്നു, ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ കാണിക്കുന്നു, ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങൾ കാണിക്കുന്നു. അതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണപക്ഷം എന്നാൽ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ ഇടയ്ക്കിടയ്ക്ക് ബഹളം വെച്ച് തന്നെ തടസ്സപ്പെടുത്തുന്നുണ്ട്, ഗൗരവമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളും അക്രമകാരികളാണ് എന്നാണോ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യം ഭരണപക്ഷത്തു നിന്ന് ഉയരുന്നു. അതോടൊപ്പം തന്നെ അമിത്ഷാ രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അക്രമകാരികളെന്ന് വിളിച്ചു, അതുകൊണ്ട് അദ്ദേഹം മാപ്പ് പറയണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി അതിന് മറുപടിയായി രാഹുൽ ഗാന്ധി ഹിന്ദുക്കൾ സത്യം പറയുന്നവരാണ്, അവർ നിങ്ങൾ കൂട്ടത്തിൽ നിൽക്കുന്നവർ, ഭരണപക്ഷത്തിൽ നിൽക്കുന്നവർ, അതുകൊണ്ട് തന്നെ സത്യം പറയുന്നവരല്ല, വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കളല്ല എന്നുള്ള ആരോപണം കൂടിയാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ബി.ജെ.പി പ്രധാനമായും നരേന്ദ്രമോദി പ്രധാനമായും ഉന്നയിച്ച വർഗീയ പരാമർശങ്ങളിലടക്കം രാഹുൽ ഗാന്ധി ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ അഗ്നിവീർ പദ്ധതി, അത് യൂസ് ആൻഡ് ത്രോ പദ്ധതിക്കാണ്. ഇന്ത്യയിലെ സാധാരണക്കാരായ മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു സൈന്യത്തിൽ ജോലി നേടുക എന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കുന്ന, സുരക്ഷിതമായ തൊഴിൽ ലഭിക്കുന്ന, കുടുംബങ്ങളെ സുരക്ഷിതമാക്കുന്ന തൊഴിൽ മേഖല കൂടിയാണ് ഇന്ത്യൻ സേന. ആ ഇന്ത്യൻ സേനയെ യൂസ് ആൻഡ് ത്രോ പദ്ധതിയിലെ അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്ന് 5 വർഷത്തേക്ക് ചെറുപ്പക്കാരെ ഉപയോഗിച്ചിട്ട് അവരെ വലിച്ചെറിയുന്ന പദ്ധതിയാണ്. അത് രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കലാണ്. ഇത് ഞങ്ങൾ അധികാരത്തിലേറിയാൽ ഇത് നിർത്തും എന്നും അദ്ദേഹം പറയുന്നു. അഗ്നിവീറുകളെ ആകെ അപമാനിക്കുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം എന്നതായിരുന്നു ഇതിനുള്ള ഭരണപക്ഷത്തിന്റെ മറുപടി. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടയിൽ നിരവധി തവണ ശക്തമായ എതിർപ്പുമായി അല്ലെങ്കിൽ ബഹളവുമായി അടക്കം
അടക്കം ഭരണപക്ഷവും രംഗത്തുണ്ട്. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു രംഗം പോലും ഇതിനിടയിൽ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി അടക്കം രാഹുൽ ഗാന്ധിയുടെ സംഭാഷണത്തിൽ അത് ഹിന്ദുത്വ വിരുദ്ധമായ സംഭാഷണമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞു. സ്പീക്കറും ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ സഭയിൽ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനെ അദ്ദേഹം എതിർത്തുകൊണ്ട് സംസാരിച്ചു. അത് പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഇതിനെ ഖണ്ഡിച്ചത്. എന്തായാലും ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അവിടെ തുടരുകയാണ്. आप अपने पद को ग्रहण करे उस कुर्सी पर बैठे. मैं प्रधानमंत्री के साथ आपके साथ गया. അതോടൊപ്പം തന്നെ മണിപ്പൂർ വിഷയം രാഹുൽ ഗാന്ധി അതീവ ഗൗരവമായി തന്നെയാണ് ഉന്നയിക്കുന്നത്. മണിപ്പൂരിൽ ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അവിടുത്തെ കുട്ടികളടക്കം ക്രൂരമായി ആക്രമിക്കപ്പെടുന്ന സന്ദർഭം ഉണ്ടായിട്ട് പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കാനോ അതിന് പരിഹാരം ഉണ്ടാക്കാനോ ശ്രമിച്ചില്ല. ഒരിക്കലെങ്കിലും അവിടെ സന്ദർശിക്കേണ്ട ഉത്തരവാദിത്തം നരേന്ദ്രമോദിക്കുണ്ടായിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറായില്ല എന്നും പറയുന്നു. There is the Speaker of the Lok Sabha, the Speaker of the Indian Union, and there is Mr. Om Birla. When Modi ji went and shook your hand, and I went and shook your hand, I noticed something. When I shook your hand, you stood straight like this and shook my hand. And when Modi ji shook your hand, you bowed down and shook his hand. आसन के सामने आरोप है, ये चेयर के सामने आरोप कर रहे हैं माननीय. Now with all respect, sir, such a प्लीज बैठिए. नो प्लीज बैठिए प्लीज.